ഇത് ശരത്കാല നവരാത്രിയാണ്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമാണ് ഹിമവാന്റെ പുത്രിയും ശിവന്റെ പത്നിയുമായ പാർവതീദേവി. നവരാത്രിയുടെ ആദ്യത്തെ 3 നാളുകളിൽ ദേവിയെ കാളിയായും, അടുത്ത 3 ദിവസങ്ങളിൽ ലക്ഷ്മിയായും, അവസാന 3 ദിനങ്ങളിൽ സരസ്വതിയായും ഭക്തിപൂർവം ആരാധിക്കുന്നു. ബ്രഹ്മസ്വരൂപിണി സരസ്വതിയും, വിഷ്ണു സ്വരൂപിണി ലക്ഷ്മിയും, ശിവസ്വരൂപിണി ദുർഗയുമായി ദേവീ മഹാത്മ്യം മഹാപൂജയോടെ കൊണ്ടാടുന്നതാണ് നമ്മുടെ നവരാത്രി ആഘോഷം. വിദ്യയുടെയും വിത്തത്തിൻ്റെയും വീര്യത്തിൻ്റെയും അതിദേവതോപാസനയാണ്. മാനവജീവിതം വിജയദശമിയായി പുലരാൻ ഇച്ഛാശക്തി എന്ന വിത്തവും, ജ്ഞാനശക്തി എന്ന വിദ്യയും, ക്രിയാശക്തി എന്ന വീര്യവും ഐക്യസ്വരൂപത്തിൽ ആർജിക്കേണ്ടതുണ്ട്. ദേവ്യോപാസനയാണ് അതിനുള്ള വേദവ്യാസവിധി. അനാദികാലം മുതലേ നവരാത്രി കാലത്ത് ദേവിയുടെ നവഭാവങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം നിലവിലുണ്ട്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഘണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നീ ദേവീഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. സ്ത്രീയെ ആദരിക്കുക, ആരാധിക്കുക, സ്നേഹിക്കുക എന്നതാണ് ഇത് ലക്ഷ്യമാക്കുന്നത്. കന്യകാപൂജയാണ് നമ്മുടെ ആചാരം. നവരാത്രിയുടെ ഓരോ നാളിലും വ്യത്യസ്ത കുമാരിമാരെ പൂജിക്കുന്നു. ദേവിയെ പ്രത്യക്ഷ രൂപങ്ങളായി സങ്കല്പിച്ച് 2 മുതൽ 10 വയസ്സുവരെയുള്ള കന്യകകളെയാണ് തന്ത്രസിദ്ധാന്തമനുസരിച്ച് പ്രഥമ മുതൽ നവമി വരെ സമാരാധിക്കുന്നത്. കുമാരി, ത്രിമൂർത്തി, കല്യാണി, രോഹിണി, കാളിക, ചണ്ഡിക, ശാംഭവി, ദുർഗ, സുഭദ്ര എന്നീ ഭാവങ്ങളിലാണ് ദേവി ആരാധിക്കപ്പെടുന്നത്. കടുത്ത അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് രാത്രി. അത് മയക്കമാണ്, മരണമാണ്, മഹാ അന്ധകാരമാണ്, മൗഢ്യ തപോഗുണമാണ്. മഹിഷാസുരൻ എന്ന ഖരതമസ്സിൽ മഹാദേവിയുടെ വിജയലക്ഷ്മി പ്രഭാതമുദിക്കുന്നതാണ് വിജയദശമി. അക്ഷരപൂജയും ആയുധപൂജയും അംബാപൂജയും ചെയ്യുന്ന ആത്മീയതയിലായിരിക്കണം ഓരോ നരജന്മ സഫലതയും. നാരദ മഹർഷി ശ്രീരാമചന്ദ്രനെ നവരാത്രി വ്രതം ഉപദേശിച്ചുവെന്നും അദ്ദേഹം വ്രതം കൃത്യമായി അനുഷ്ഠിച്ചുവെന്നും രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്തുവെന്നും രാമായണം ഉദ്ഘോഷിക്കുന്നു. രക്ഷാസ്വരൂപിണിയായ ദേവി മഹിഷാസുരനെ വധിച്ച് ദേവകൾക്ക് സമാധാനം കൈവരുത്തിയെന്നും ഐതിഹ്യമുണ്ട്.